വിഷയങ്ങളിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് യാതൊരു അഭിപ്രായവുമില്ല. അതുകൊണ്ട് പൊതു പ്രശ്നങ്ങളിലേക്ക് എഐയുടെ പേര് വലിച്ച് ഇഴയ്ക്കപ്പെടാൻ ഇടവരരുത്. പുറമേയുള്ള തർക്ക വിഷയങ്ങളിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് യാതൊരു അഭിപ്രായവുമില്ല. അതുകൊണ്ട് പൊതു പ്രശ്നങ്ങളിലേക്ക് എഐയുടെ പേര് വലിച്ചിഴക്കപ്പെടാൻ ഇടവരുത്തരുത്. ഉദാഹരണത്തിന് മദ്യനിരോധനം കൊണ്ടുവരണമെന്നും എഐ പറയുന്നില്ല. എഐ മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പിലുള്ള ബീവറേജ് പൂട്ടണമെന്നും എഐ പറയുന്നില്ല. ഇത് രണ്ടും തർക്ക വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് പുറമേയുള്ള പ്രശ്നങ്ങളിലേക്ക് ഭൂകമ്പം ഉണ്ടായാലും ഇടിവെട്ടിയാലും വെള്ളപ്പൊക്കം വന്നാലും അത്തരം വിഷയങ്ങളിലേക്ക് എഐയുടെ പേര് വലിച്ചിഴക്കരുത്. ഒരു അനുഭവം ഉണ്ടായി മാഷേ. അപ്പൊ ഒന്നാമത്തെ ഇതങ്ങ് വായിക്കട്ടെ. എസ്പ്രാളിനെ കുറിച്ചോ ഡോക്ടർമാർ, മനോരോഗ വിദഗ്ധർ, ദേവാലയങ്ങൾ, ആശുപത്രികൾ, ജയിലുകൾ, മയക്കുമരുന്നുകൾ, ഗവൺമെന്റുകൾ, അല്ലനോൺ, അല്ലറ്റീൻ എന്നിവയെ കുറിച്ചോ കൃത്യമായ ഒരു എഐ അഭിപ്രായം ഉണ്ടെന്നുള്ള ധാരണ ഞാൻ നൽകാറുണ്ടോ? എന്താ അതൊരു ഗുളികയാ. സമാധാനായി. അല്ല, ഞാൻ ആലോചിച്ചു. അപ്പം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു എഐ അഭിപ്രായം ഉണ്ടെന്നുള്ള ധാരണ ഞാൻ നൽകാറുണ്ടോ? എനിക്കതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. എസ്പ്രാൾ കൊടുക്കാൻ പാടില്ല. എസ്പ്രാൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുടിച്ചു കഴിഞ്ഞിട്ട് അവന്റെ ഞരമ്പ് പോൽ പൊട്ടിപ്പോകും. അതുപോലെ പറ്റുമെങ്കിൽ മനോരോഗ വിദഗ്ധന്മാരുടെ അടുത്ത് കുടിയന്മാരെ കൊണ്ടുപോകരുത്. പള്ളിയിലച്ചന്മാര് കള്ളന്മാരാണ്. ഇത്തരത്തിലുള്ള ഒരു ധാരണ ഞാൻ വെച്ച് പുലർത്തുന്നുണ്ടോ? അതാണ് ഈ ഒന്നാമത്തെ ചോദ്യം, മുമ്പോട്ട് വെക്കുന്ന ചോദ്യം. അപ്പം ഇത്തരം കാര്യങ്ങളിൽ ഒരു എഐ അംഗം എന്ന നിലയിൽ അല്ലെങ്കിൽ എഐക്ക് പൊതുവായിട്ട് പ്രത്യേകിച്ച് അഭിപ്രായം ഇല്ല. പക്ഷെ അതിന് ഏക്കാര് ചികിത്സാലയം തന്നെ നടത്തുകയാണല്ലോ മാഷെ, പിന്നെ അഭിപ്രായം പറയട്ടല്ലോ. എഐക്കാർക്ക് ചികിത്സാലയം നടത്താമല്ലോ, നടത്തണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അത് കുഴപ്പമൊന്നുമില്ല. അവര് ചികിത്സാലയം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ് എഐയിൽ വന്ന് പ്രസംഗിക്കാതിരുന്നാൽ മതി. അതെ, എഐയിൽ വന്നിട്ട് പറയാതിരുന്നാൽ മതി കേട്ടോ. ഇപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ എന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ ഒരു മണിക്കൂർ മുമ്പ് ഒരു ടോപ്പിക്കിൽ ഇങ്ങനെ ഒരു സംസാരിച്ചപ്പോൾ വേറൊരാൾ പറഞ്ഞു, വൈദ്യശാസ്ത്രം തോറ്റെടുത്ത് എഐ വിജയിച്ചു, അത് ലോകാരോഗ്യ സംഘടന പോലും അത് അഭിപ്രായപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് തട്ടിവിട്ടു. നമ്മളവിടെ തിരുത്താനൊന്നും പോയില്ല. പക്ഷെ ഇത് പലപ്പോഴും പൊതുവേദികളിലുള്ള പബ്ലിക് ഇൻഫർമേഷൻ പരിപാടികളിൽ പോലും പലരും എടുത്തുപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഇല്ലാതിരിക്കാനുള്ള ഒരു നിർദ്ദേശം എന്ന നിലയിൽ അതിനെ സ്വീകരിക്കാം. രണ്ടാമത്തത്, ഇപ്പൊ അടുത്തൊരു ദിവസം ഞാൻ ഇവിടെ മലപ്പുറം ജില്ലയിലെ ഒരു PI പരിപാടിക്ക് പങ്കെടുക്കാൻ പോയി. അവിടെ ഒരു അറബിക് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ്. അപ്പൊ അവിടുത്തെ മുസ്ലിം സംഘടനകൾ പറഞ്ഞു, നിങ്ങളിവിടെ ആൽക്കഹോളിക്കിനേക്കാൾ കൂടുതൽ ഡ്രഗിനാണ് ഇവിടുത്തെ കുട്ടികളുടെ പ്രശ്നം, മയക്കുമരുന്ന്, LSD ഇങ്ങനെ. അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ചാണ് പറയേണ്ടത് എന്ന് പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ ആള് പറഞ്ഞു, നിങ്ങൾ കുറച്ച് മറ്റേതും കൂടി കൂട്ടിയിട്ട് അടിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കള്ള് മാത്രമേ കുടിച്ചിട്ടുള്ളൂ, എനിക്ക് മറ്റേ കൂട്ടി അടിക്കാൻ അറിയില്ല. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് സമയം കിട്ടിയപ്പോ ഞാൻ അതൊന്നും പറയാൻ പോയില്ല. ഞാൻ പറഞ്ഞു, ലഹരികൾ പല രീതിയിലുണ്ടെങ്കിലും ആൽക്കഹോളിക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ എന്ത് പണിയായിട്ട് നിങ്ങൾ മറ്റോ? ഞാൻ പറഞ്ഞു, എനിക്ക് അറിയാത്ത കാര്യം, നമ്മള് കപ്പൊന്നും കിട്ടിയില്ല, നമുക്ക് നാടൻ തല്ല് മാത്രമേ ചെയ്യുള്ളൂ, മോഹൻലാൽ പറഞ്ഞ കാര്യം നമ്മളത് പറഞ്ഞ് നമ്മൾ പോന്നു. അപ്പം ചില സ്ഥലങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറയാൻ നിർബന്ധിതരാകുമ്പോൾ പോലും ചില ആളുകൾ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില സംഭാഷണങ്ങളൊക്കെ കയറ്റി വിട്ടിട്ട് ഇതൊക്കെ പൊടുപ്പും തുങ്ങലൊക്കെ വെച്ച് പറയുന്നത്, അതിനൊന്നും നമ്മൾ ഒരിക്കലും നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചില ആളുകൾ പറയും, ചികിത്സ ഇന്ന സ്ഥലത്ത് സുരക്ഷയിൽ നല്ലതാണ്, സത്യാൻ ഡോക്ടർ മാത്രമാണ് നല്ല ആള്, ഇക്രയിലുള്ള സുരേഷ് ഡോക്ടർ പോസ്റ്റാണെന്ന്. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളും നമ്മൾ പറയാനുള്ള എന്തൊരു അധികാരവും നമുക്ക് തന്നിട്ടില്ല. പിന്നെ ഇങ്ങനെ ഏതെങ്കിലും ഇപ്പൊ ലിബ്രിയം പോലുള്ള ഗുളികകള് ചിലപ്പം ഷെയറിങ്ങിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പൊ അതും നമ്മൾ ചെയ്യുന്നത് വളരെ അബദ്ധങ്ങളൊക്കെ എത്രയോ ആളുകൾക്ക് ഉണ്ടായതായിട്ട് നമുക്ക്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് ഇപ്പം PI പരിപാടിക്ക് പോകുമ്പം ഈ 44 FAQ എന്നൊക്കെ പറഞ്ഞ പാംലെറ്റുകളൊക്കെ ഉണ്ടല്ലോ നമുക്കിപ്പം.
അപ്പം ഇങ്ങനെയുള്ള ഒരു ധാരണ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും ഒരുപാട് അപകടങ്ങൾ ഉണ്ടായതായിട്ടുള്ള അനുഭവങ്ങൾ നമ്മളുടെ ഇടയിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ജോസഫ് മാഷ്ക്ക് തന്നെ അറിയാലോ, പള്ളിയിലെ അച്ഛനും മറ്റേ അവരെ കൂടെ ഞാൻ ചികിത്സയിൽ കിടന്നിട്ടുണ്ട്, കന്യാസ്ത്രീ പോലും നമ്മൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്ന ഗീർവാണങ്ങളൊക്കെ അടിച്ചു പോയതൊക്കെ നമ്മൾ എത്രയോ അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം എന്നുള്ളതായിരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളതേ, സത്യം പറഞ്ഞാൽ തുടക്കത്തില് നമ്മളുടേതായ എന്താ പറയാ അനുഭവങ്ങളിൽ നിന്ന് ഈ ഒരു കാര്യം, ഈ ഡോക്ടർമാരെ കുറിച്ച് അല്ലെങ്കിൽ ചികിത്സാലയങ്ങളെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ഈ ജോസഫ് മാഷ് തന്നെയായിരുന്നു അതെന്നെ തിരുത്തിയതും. കാരണം തുടക്കത്തിലൊക്കെ ഏതെങ്കിലും ഒരു ചികിത്സാലയം അല്ലെങ്കിൽ എൻ്റെ ബോധ്യത്തിൽ വന്ന സംഭവങ്ങൾ ഗംഭീരമാണ്, അവിടെ പോയി കഴിഞ്ഞാൽ റിക്കവറി ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ് ഞാനൊരു വാട്സപ്പ് മീറ്റിംഗിൽ പറഞ്ഞപ്പോൾ അന്നാണ് മാഷ് പറഞ്ഞത്. പിന്നീട് പലപ്പോഴായിട്ട് അത് അനുഭവപ്പെട്ടു എന്നുള്ള, എന്തുകൊണ്ടായിരുന്നു ആ മാഷ് അത് പറഞ്ഞത് എന്നുള്ളത് അനുഭവപ്പെട്ടു, അതിന്റെ പ്രത്യാഘാതം എന്താണ് എന്നും മനസ്സിലായി എന്നുള്ളതാണ്. അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ. ജോസഫ് മാഷ, ഈ മദർ ഗ്രൂപ്പ് എന്നുള്ള കൺസെപ്റ്റ് എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പലരും പറയുന്നത് എന്റെ മദർ ഗ്രൂപ്പ് അവിടെയാണ്, മദർ ഗ്രൂപ്പ് എവിടെ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കത് കൃത്യമായിട്ട് അറിയത്തില്ല. ഞാൻ എവിടെ ഇതുവരെ ഉള്ളതിൽ വായിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ലതീഷേട്ടാ ഇത് എവിടെ ഈ ആദ്യമായി ചെല്ലുന്ന ഗ്രൂപ്പും മദർ ഗ്രൂപ്പും തിരഞ്ഞെടുക്കുന്ന ഗ്രൂപ്പ് ഹോം ഗ്രൂപ്പ് എന്ന്, അത് എവിടെ ഏതോ ഒരു ലിറ്ററേച്ചറിൽ മദർ ഗ്രൂപ്പ് എന്ന് ഇങ്ങനെ ജസ്റ്റ് ആ വേർഡ് യൂസ് ചെയ്ത് പോകുന്ന. ഞാൻ ഒരുപാട് ആളുകളോട് ചോദിച്ചു, പക്ഷെ എവിടെയും അങ്ങനെ ഒരു സംഭവം വായിച്ചതായിട്ട് ആരും പറയുന്നില്ല. അത് ഇപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഏതോ ഒരു സംഭവത്തില്ല. ഞാൻ ഇനിയിപ്പോ പോട്ടെ, നമ്മളത് കിട്ടിയാലും തന്നാ മതി. ഇത് ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങളോ അനുഭവങ്ങളോ പങ്കുവയ്ക്കാറുണ്ട്, മുന്നോട്ട് വരും, വിഷയം വേണ്ട. അപ്പം രണ്ടാമത്തെ ചോദ്യം വായിക്കാവോ? ഓക്കെ, ഞാനൊന്ന് ഇടപെട്ടെ. ഞാനിപ്പോ നമ്മൾ ഈ ആവേശം ഉണ്ടായിക്കൊണ്ട് അഭിപ്രായപ്പെടുന്ന ഒരു അവസ്ഥ ഇതിനകത്തില്ലേ മാഷ? ശരിക്കും ഇതിനകത്ത് വന്നതിന് ശേഷം കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോഴത്തേക്ക് മറ്റൊരു ആ മരുന്നുകൾക്കോ ആ ഡോക്ടർമാർക്കോ ചികിത്സിക്കാൻ കഴിയില്ല എന്നൊക്കെ ഒരു അഭിപ്രായം ഒരാൾ പറയുന്നത് പുതുമക്കാരന്റെ ഒരു ആവേശത്തിൽ അങ്ങനെ ഒരു വാചകം വരാൻ സാധ്യത പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ അത് തിരുത്തി കൊടുക്കേണ്ടത് പഴമക്കാരല്ലേ? അതെ, പഴമക്കാർ തിരുത്തി കൊടുക്കണം. കാരണം പിന്നെ മദ്യാസക്തൻ രോഗിയാണ്, രോഗിക്ക് എന്നാ മരുന്നാ കൊടുക്കുന്നത്, ഏത് മരുന്നാ കൊടുക്കുന്നത്, ഏത് ഡോക്ടറാ ചികിത്സിക്കുന്നത്, ഏത് ആശുപത്രിയിലാണ് ഇവൻ പോകുന്നത്, ഇതൊന്നും നമുക്ക് പിന്നെ മുൻവിധിയോടെ ഒന്നും പറയാൻ പാടില്ലല്ലോ. അതിനകത്ത് നമ്മൾ ഇടപെടരുത്. നമ്മൾ ഡോക്ടറേറ്റ്, നമ്മൾ മെഡിസിൻ പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ചില ഗുളിക കഴിക്കരുത്, അത് കുളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡിക്റ്റായി പോകും, അത് പിന്നെ കള്ളു കുടിക്കുന്നേക്കാളും മോശമാന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ചില ആളുകൾ. പക്ഷെ ഡോക്ടർ ഒരു ഗുളിക കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കഴിക്കാന്നുള്ളതല്ലേ ഉള്ളൂ. അതിന് ഒരു അർത്ഥം ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിലല്ലേ അയാൾ മരുന്ന് കഴിക്കേണ്ടത്, അല്ലാണ്ട് നമ്മൾ അതിനകത്ത് ഇടപെടുന്നത് ശരിയല്ലല്ലോ. ഓക്കെ. അല്ല മാഷെ, നാരങ്ങ സോഡ അധികം കുടിക്കരുത്, അങ്ങനത്തെ ഒക്കെ ചെറിയ കാര്യങ്ങളൊക്കെ പറയാം. ഈ അത് മണിയുടെ ഇപ്പൊ പറയുന്നത്, ഈ നമ്മൾ ഈ ഒരാളെ കുടിച്ചിട്ട് അവശനായിട്ട് അടുത്ത ദിവസം അയാൾക്ക് കഞ്ഞിവെള്ളം കുടിക്കുക, ഇതൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ മരുന്നിന്റെ ഒക്കെ പേര് പറയണത് കേൾക്കേണ്ടി, അത് മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ പോലും പറയുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര അപകടം പിടിച്ച കാര്യം. കാരണം ഈ ഡോക്ടർ ഒരു ആളെ കണ്ട് അയാളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ക്ലിനിക്കൽ സ്റ്റഡി നടത്തിയിട്ടാ ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. ഇത് ഒരു 7 കീഴും കിഴക്കും ഇല്ലാത്ത ബിസിനസ് മാനേജ്മെന്റ് പഠിച്ച ഞാൻ അതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത് മണ്ടത്തരമാണെന്നല്ല, അതങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം പിന്നെ ഷൈച്ചേട്ടൻ ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം, ആദ്യമായിട്ട് വരുമ്പോ ഇപ്പൊ ഒരാൾ ട്രീറ്റ്മെന്റ് സെന്ററിൽ നിന്ന് ഇറങ്ങി ജീവിതത്തിൽ ആദ്യമായിട്ട് 10, 20, 40 ദിവസവും കുടിക്കാതിരിക്കുമ്പോ അയാളുടെ ഒരു എക്സൈറ്റ്മെന്റിൽ അത് പറയാറുണ്ട്, അത് പല സ്ഥലത്തും അത് കേൾക്കുന്നുണ്ട്. പക്ഷെ പതിയെ ഞാനും ഈ 19 ദിവസമായപ്പോ എന്റെ ട്രീറ്റ്മെന്റ് സെന്റർ, അത് ഒരിടത്തും പറഞ്ഞില്ലെങ്കിലും എന്റെ ഉള്ളിൽ തോന്നി. പക്ഷെ
ഒരു 65-70 ദിവസം കഴിഞ്ഞ് ഞാൻ പിന്നെ അവിടെ പോയപ്പോ എന്റെ കൂടെ വന്ന 2 പേരൊഴികെ ബാക്കി എല്ലാവരും കുടിക്കേണ്ടി വന്നു. അപ്പൊ എനിക്ക് ആ ട്രീറ്റ്മെന്റ്സ് ഒന്നും റെഫർ ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. അല്ല അത് സജിത്തെ അതൊക്കെ കുറെ ഭേദപ്പെട്ട. ഞാനൊക്കെ വരുന്ന കാലത്ത് ഭാര്യയും ഭർത്താവും ഞങ്ങളോട് സുൽത്താൻ ബോട്ടിനെ പറ്റിയാണ് പറഞ്ഞത്. അന്നത്തെ പഴമക്കാര് സുൽത്താൻ ബോട്ട് കഴിക്കണം എന്നാ പറഞ്ഞത്. സുൽത്താൻ ബോട്ട് എനിക്ക് മനസ്സിലായില്ല അല്ലെ? ഇല്ല വേണ്ട വേണ്ട വേണ്ട. അല്ല അതിനിപ്പോ അത് മനസ്സിലാക്കാം. ഞാൻ മണി എന്നാ ചോദിച്ചോളാം. അതിനി വേറെ ഗൂഗിളിൽ തപ്പിയാ തെരച്ചാൽ ഏത് സാധനം കിട്ടൂല. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ. അഭിപ്രായമല്ല ഞാൻ പറയുന്നത് എന്ന തോന്നലുണ്ടാകാൻ പാകത്തിൽ മേൽ പറഞ്ഞ ഏതിനെ കുറിച്ചെങ്കിലും എന്റെ സത്യസന്ധമായ അഭിപ്രായമോ അനുഭവമോ പങ്കുവെക്കാനാവുമോ? അഭിപ്രായമല്ല ഞാൻ പറയുന്നത് എന്ന തോന്നലുണ്ടാകാൻ പാകത്തിൽ മേൽ പറഞ്ഞ ഏതിനെ കുറിച്ചെങ്കിലുമോ എന്റെ സത്യസന്ധമായ അഭിപ്രായമോ അനുഭവമോ പങ്കുവെക്കാനാകുമോ? മാഷ് 2 പ്രാവശ്യം വായിക്കണം മാഷെ. എങ്ങനെ? അല്ല ഇപ്പൊ മാഷെ ഇത് 2 പ്രാവശ്യം മാഷ് വായിച്ചു. അത് ഒന്നും കൂടി വായിച്ചാൽ തർക്കമില്ല. അതായത് അഭിപ്രായമല്ല ഞാൻ പറയുന്നത് എന്ന തോന്നലുണ്ടാകാൻ പാകത്തിൽ മേൽ പറഞ്ഞ ഏതിനെ കുറിച്ചെങ്കിലും എന്റെ സത്യസന്ധമായ അഭിപ്രായമോ അനുഭവമോ പങ്കുവെക്കാനാവുമോ? പങ്കുവെച്ചൂടെ മാഷെ? ഞാന് 10-20 വർഷമായിട്ട് ഉള്ള ഒരാളാണ്. ഞാൻ ഒരാളോട് പറയുവാണ് എന്തെങ്കിലും പല ഇതും പറയും. പക്ഷെ ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയുവാണ്, എസ്പ്രാല് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വട്ടായി പോകും എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പാടില്ലല്ലോ. ഇപ്പൊ എസ്പ്രാലിനെ കുറിച്ച്, ഡോക്ടർമാരെ കുറിച്ച്, മനോരോഗ വിദഗ്ധന്മാരെ കുറിച്ച്, ദേവാലയങ്ങളെ കുറിച്ച്, ആശുപത്രികളെ കുറിച്ച്, ജയിലുകളെ കുറിച്ച്, മയക്കുമരുന്നുകളെ കുറിച്ച്, ഗവൺമെന്റുകൾ അല്ല നോൺ അല്ല ടീൻ, ഇത് ഒന്നിനെ കുറിച്ചും യുടെ അഭിപ്രായമല്ല എന്റെ അഭിപ്രായമാണെന്ന് പറഞ്ഞാൽ എനിക്കതങ്ങനെ പറയാൻ കൊള്ളുമോ? പറയാൻ പറ്റുമോ? എനിക്ക് ഇല്ലല്ലോ. ഒരു മിനിറ്റ്. അല്ല മാഷ, ഇപ്പോ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളല്ലാതെ ഇപ്പോ അയാളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിന് അയാൾക്കൊരു അഭിപ്രായമുണ്ട്. ഇപ്പൊ പനി വന്ന പാരസിറ്റമോൾ കഴിക്കാൻ, അതിപ്പോ എല്ലാവർക്കും അറിയാമെന്ന് പറയുമായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഇപ്പോ ഞാൻ എന്റെ ഒരു ഉദാഹരണം പറയാം. ഞാൻ 5-6 വർഷം ഫാർമസ്യൂട്ടിക്കൽ കമ്പനി വർക്ക് ചെയ്ത. അപ്പൊ തൽക്കാലം ഒരു വയറിളക്കം മാത്രം വന്നു. അയാൾക്കൊരു ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മാറും എന്ന് പറഞ്ഞുകൂടെ? അത് ആ മരുന്നിന്റെ അത്രയും വലിയ ആന്റിബയോട്ടിക്കോ അങ്ങനെയൊന്നുള്ള കാര്യമല്ല. തൽക്കാലം ഒരു ശമനം. മരുന്ന് തന്നെ ആവണമെന്നില്ല. അപ്പൊ വേറെ എന്തെങ്കിലും ഒരു എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു കൊടുത്തൂടെ? പക്ഷെ അത് ഗ്രൂപ്പ് ഷെയറിങ്ങിൽ ഒരിക്കലും ചെയ്യരുത് എന്നുള്ളതാണല്ലോ. വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് പറയാമല്ലോ. ഇതിനകത്തുള്ള ഒരു പ്രശ്നം ഇതാണ്. പിന്നെ ലതീഷ്, ഞാനത് പറയാം. അതായത് മദ്യപാന ആസക്തിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് ഒരാൾ എൻ്റെ അടുത്ത് വന്നൊരു അഭിപ്രായം ചോദിച്ചാൽ ഞാൻ പറയുന്ന അഭിപ്രായം എന്ന് പറയുന്നത് അത് യുടെ അഭിപ്രായമാണ്. അങ്ങനെ ഈ കേൾക്കുന്നയാൾ അതിനെ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യുടെ അഭിപ്രായമല്ല എന്ന് തോന്നലുണ്ടാകത്തക്ക രീതിയിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാൻ എനിക്ക് ആത്മാർത്ഥമായിട്ട് സാധിക്കില്ല. കാരണം മദ്യവുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തെ കുറിച്ച് എൻ്റെ അടുത്ത് ഒരാൾ വന്നാൽ ഞാൻ അയാൾക്ക് കൊടുക്കുന്ന ഉത്തരം, കാരണം ഓരോ മദ്യാസക്തനും ബിഗ് ബുക്കിലെ ഓരോ പേജുകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വിലപ്പെട്ട അഭിപ്രായങ്ങളാണ്. അത് യുടെ അഭിപ്രായമായിട്ട് തന്നെയാണ് യിൽ എത്തുന്ന ഒരാൾ സ്വീകരിക്കുക, കാണുക. അതുകൊണ്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റിയല്ല. അത് ശരിയാണ്. നവാഗതൻ കാണുന്ന ഒരേ ഒരു ബിഗ് ബുക്ക് നിങ്ങളാകാം. അതെ അതെ, അത് തന്നെ, അത് തന്നെയാണ് കാര്യം. മാഷേ ഈ യുടെ അഭിപ്രായം പറയാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ആൽക്കഹോളിക്സ് അനോണിമസ്? ഒരിക്കലും ഇല്ല, ഒരിക്കലും ഏൽപ്പിച്ചിട്ടില്ല. അതായത് ഔദ്യോഗികമായി ഒരു അഭിപ്രായം ആരും പറയാറുമില്ല.
പക്ഷെ മാഷെ പലപ്പോഴും പലരും പറയുന്നത് ഇത് പറയുന്നില്ല എന്റെ അഭിപ്രായമാണ്, എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറഞ്ഞ് പലരും ഷെയർ ചെയ്യാറുണ്ടല്ലോ പലപ്പോഴും. അതൊരു അങ്ങനെയാണ്. അതെന്താ സംഭവം? അതിന് മറ്റൊരു വശമുണ്ട്. എന്തുകൊണ്ടാന്ന് കഴിഞ്ഞാൽ AI വക്താക്കളില്ല. AI പറയുന്നവരെല്ലാം അവരുടെ വ്യക്തിപരമായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. AIക്ക് വേണ്ടി ആരും സംസാരിക്കാറില്ല. പക്ഷെ നമ്മളെ ക്ലാസ് ട്രസ്റ്റിമാര് നമ്മുടെ എക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും അഭ്യർത്ഥിക്കാറുണ്ടല്ലോ. ഉണ്ട്. പക്ഷെ അവിടെയും അവർ പറയുന്നത് അവരുടെ എക്സ്പീരിയൻസ് അല്ലേ പറയുന്നത്. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ ഒരു ക്ലോസ് നമ്മളെ ഇതിലുണ്ട്. നമ്മളത് പറയാറുണ്ട്. നമ്മൾ അങ്ങനെ പറയാറുണ്ട്. അത് നമ്മളൊരു എന്താണ് ഓറലായി നമ്മളത് പറയാറുണ്ട്. പക്ഷെ എങ്കിലും അല്ല, വേറൊരു കാര്യമാണ് ഇതിൽ അപകടപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മളുടെ ഇടയിൽ പലപ്പോഴും ഉണ്ട്. അത് അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ ഞാനിത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ട് 2 അടി അടിക്കുന്ന ടീമുണ്ട്. അത് വേറൊരു കേസ്. അല്ല, പറയുന്ന അഭിപ്രായത്തില് തെറ്റുമെല്ലാം കടന്നുകൂടി പോയി കഴിഞ്ഞാല് അതൊരു പരാതി ആവാതിരിക്കാൻ വേണ്ടി ഒരു മുൻകൂർ ജാമ്യം എടുത്ത് പറയുന്നത് പോലൊരു അവസ്ഥയല്ലേ അത്? അതെ. അല്ല, ചിലവർക്കൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവന് ഉറപ്പുണ്ടാവില്ല. അല്ല, ഒരാൾ പറയുന്ന എക്സ്പീരിയൻസ് ഒരിക്കലും തെറ്റുകയല്ലോ. എക്സ്പീരിയൻസ് തെറ്റില്ലല്ലോ. പക്ഷെ തെറ്റായ എക്സ്പീരിയൻസ് പറയേണ്ട സ്ഥലമല്ല എന്നുള്ളതും കൂടി നമ്മൾ അത് തെറ്റായ എക്സ്പീരിയൻസ് പറയേണ്ട സ്ഥലമല്ല മീറ്റിങ്ങുകള്. പക്ഷെ ഇതിപ്പോ ഇൻ പേഴ്സൺ ആയിട്ട് ഒരാള് നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് അഭിപ്രായം ചോദിച്ചാൽ അത് പറയുന്നതിന് തെറ്റില്ല. പക്ഷെ മീറ്റിങ്ങുകളിൽ അത് പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഏടെ കാര്യമാണെന്ന് പറഞ്ഞ് പറയാൻ പാടില്ല. അത്രയല്ലേ ഉള്ളൂ. അല്ല, അത് തന്നെ അത്രേ ഉള്ളൂ. കാരണം നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ഒരു ചികിത്സാലയത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ പോയ ചികിത്സാലയത്തിൽ നിങ്ങൾ പോയത് പറയാം. അതൊന്നും തെറ്റല്ല. നിങ്ങൾ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന കാര്യം പറയാം. അതുപോലെ നിങ്ങൾ എവിടെയാ പോകുന്നതെന്ന് പറയാം. അയാൾക്ക് നമുക്കൊരു ചോയ്സ് കൊടുത്താൽ മതി. നമ്മൾ അയാളെ ഒന്നിനും നിർബന്ധിക്കാതിരുന്നാൽ മതി. ചില ആളുകള് ഇപ്പൊ വിൻസെന്റ് ചികിത്സ എടുത്താല് അവിടെയാണ് നല്ല ചികിത്സ എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ശീലം ചില ആളുകളിൽ കാണാറുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും വെച്ചാൽ അയാൾ വേറെ എവിടെയും ചികിത്സ എടുക്കാത്ത അനുഭവം അയാൾക്കില്ലല്ലോ. വേറെ എവിടെയെങ്കിലും എടുത്തതിന്റെ അനുഭവം അയാൾക്ക് ഉണ്ടെങ്കിലല്ലേ അയാൾക്ക് പറയാൻ പറ്റൂ. അതെ. ഇത് ചിലര് ഈ ഞാനത് ഫിസിക്കൽ മീറ്റിങ്ങുകളിൽ കേട്ടിട്ടുണ്ട്. ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന AI വന്നതിന് ശേഷം എല്ലാ മരുന്നും ഞാനങ്ങ് നിർത്തി ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ മീറ്റിങ്ങുകളിൽ തന്നെ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അല്ല, അത് വേറൊന്നുമില്ല. ചേര കടിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ മതി. മൂർക്കം കടിച്ചു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് എടുക്കണം. അത്രേ ഉള്ളൂ. അല്ല, വേറെ കാര്യം കൂടി ഉണ്ട്. ഈ മരുന്ന് കുടിക്കാൻ പറഞ്ഞത് ഏക്കാരനൊന്നും അല്ലല്ലോ ഇങ്ങനെ നിർത്താൻ പറയാൻ. അതെ. അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാൻ തോന്നുന്നു. 4 മിനിറ്റേ ഉള്ളൂ മാഷെ. സമയം കഴിഞ്ഞു മാഷെ. 4 മിനിറ്റേ ഉള്ളെങ്കിലോ അത് ചരിത്രമാണ്. അത് അങ്ങനെ വേണ്ട അടുത്ത ദിവസം ആക്കാം. അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. ഇനി അവസാനമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെ ചോദിക്കുകയും ചെയ്യാം. അല്ല, ഇനി ബേണിംഗ് ഡിസയർ ഷെയർ ചെയ്തോട്ടെ. 4 മിനിറ്റ് ഉണ്ടല്ലോ.